എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിപ്റ്റോഗ്രഫി ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന ടോപ്പിക്കാണ്. അതിൽ തന്നെ സെക്യൂരിറ്റി ഗോൾസ്, ദെൻ ഗോൾസിനെ ത്രട്ടൻ ചെയ്യുന്ന അറ്റാക്കുകൾ, ദെൻ സർവീസസ് ആൻഡ് ടെക്നിക്സ്. ആദ്യം നമുക്ക് സെക്യൂരിറ്റി ഗോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, ഇൻഫർമേഷൻസ് ഒരു അസറ്റാണ്. ആ ഇൻഫർമേഷനെ അല്ലെങ്കിൽ അസറ്റിനെ എപ്പോഴും നമ്മൾ സെക്യൂർ ആക്കി വെക്കണം. അതായത് അറ്റാക്സിൽ നിന്നും പ്രിവെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും സെക്യൂർ ആക്കി വെക്കണം. അങ്ങനെ സെക്യൂർ ആക്കാൻ 3 ഗോൾസ് ആണുള്ളത്. ഏതൊക്കെയാണ്? കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. ഫസ്റ്റ് വൺ ആണത് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്ന്, അതായത് ആ ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ ഓതറൈസേഷൻ ഇല്ലാത്ത ഒരാളിൽ നിന്ന് അതിനെ ഹിഡൻ ആക്കി വെക്കുക. അതായത് അറ്റാക്കറിൽ നിന്ന് ഇൻഫർമേഷനെ ഹിഡൻ ആക്കി വെക്കുന്നതാണെന്ത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്ക് കോൺഫിഡൻഷ്യലായ ഇൻഫർമേഷനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. കോൺഫിഡൻഷ്യാലിറ്റി ഇൻഫർമേഷന്റെ സ്റ്റോറേജിൽ മാത്രം നോക്കിയാൽ പോരാ. കൂടാതെ എന്താണ്, ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അതായത് ട്രാൻസ്മിഷന്റെ സമയത്തും കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഇന്റഗ്രിറ്റി അല്ലേ. ഇൻഫർമേഷന്റെ അല്ലെങ്കിൽ ഡാറ്റയുടെ മേലെ ആർക്കാണോ ഓതറൈസേഷൻ ഉള്ളത് അയാൾക്ക് മാത്രമേ അതിൽ ചേഞ്ചസ് വരുത്താൻ കഴിയുള്ളൂ എന്നാണ് എന്ത് ഇന്റഗ്രിറ്റിയിൽ പറയുന്നത് അല്ലേ. സോ ഇൻഫർമേഷന്റെ മേലെ ആർക്കാണോ ഓതറൈസേഷൻ ഉള്ളത് അയാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ ചേഞ്ചസ് വരുത്താൻ കഴിയുകയുള്ളൂ. അതാണെന്ത് ഇന്റഗ്രിറ്റി. അടുത്താണെന്ത് അവൈലബിലിറ്റി അല്ലേ. ഓതറൈസ്ഡ് എൻറ്റിറ്റി ആരാണോ അവർക്കാണ് എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് അവൈലബിൾ ആവുക എന്നാണെന്ത് അവൈലബിലിറ്റിയിൽ പറയുന്നത്. എപ്പം ഇൻഫർമേഷൻ ആവശ്യമുണ്ടോ അപ്പം ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ഇൻഫർമേഷൻ ആവശ്യമുള്ളപ്പോൾ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ പിന്നെ അത് യൂസ്ലെസ് ആയിരിക്കും. നമ്മളിപ്പോൾ സെക്യൂരിറ്റിയുടെ 3 ഗോൾസ് ഡിസ്കസ് ചെയ്തു അല്ലേ. കോൺഫിഡൻഷ്യാലിറ്റി, അവൈലബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി അല്ലേ. ഈ സെക്യൂരിറ്റി ഗോൾസിനെ ത്രട്ടൻ ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി അറ്റാക്സ് വരാനുള്ള സാധ്യതയുണ്ട്. കോൺഫിഡൻഷ്യാലിറ്റിയെ ത്രട്ടൻ ചെയ്യുന്ന 2 ടൈപ്സ് അറ്റാക്സ് ആണെന്ത്, ഒന്ന് സ്നൂപ്പിങ്ങും പിന്നെ എന്താണ് ട്രാഫിക് അനാലിസിസും. ദെൻ ഇന്റഗ്രിറ്റിയെ ത്രട്ടൻ ചെയ്യുന്ന അറ്റാക്സുകളാണെന്ത്, മോഡിഫിക്കേഷൻ, മാസ്കുറേഡിങ്, റീപ്ലേയിങ്, റെപ്യൂഡിയേഷൻ. ദെൻ അവൈലബിലിറ്റിയെ ത്രട്ടൻ ചെയ്യുന്ന അറ്റാക്സുകളാണെന്ത്, ഡിനിയൽ ഓഫ് സർവീസ്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് കോൺഫിഡൻഷ്യാലിറ്റിയെ ത്രട്ടൻ ചെയ്യുന്ന അറ്റാക്സുകൾ നോക്കാം. കോൺഫിഡൻഷ്യാലിറ്റിയെ ത്രട്ടൻ ചെയ്യുന്ന ആദ്യത്തെ അറ്റാക്ക് ആണെന്ത്, സ്നൂപ്പിംഗ് അല്ലേ. ഡാറ്റയുടെ മേലെ ഓതറൈസ്ഡ് അല്ലാത്ത ഒരാൾ ഡാറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണെന്ത് സ്നൂപ്പിംഗ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഒരു ഫയലിലെ ഇന്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യാന്ന് വിചാരിക്കാം. അതിലുള്ളത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ്, അതായത് സെക്യൂർ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ് എന്ത് ചെയ്യുക, ഇന്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നാൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നു. ട്രാൻസ്മിഷൻ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് അയാൾ അയാളുടെ ആവശ്യത്തിന് വേണ്ടി കണ്ടന്റ് യൂസ് ചെയ്യുന്നു അല്ലേ. സോ ഈ ടൈപ്പ് അൺഓതറൈസ്ഡ് ആക്സസിന് പറയുന്ന പേരാണെന്ത്, സ്നൂപ്പിംഗ്. നെക്സ്റ്റ് എന്താണ്, ട്രാഫിക് അനാലിസിസ് അല്ലേ. അറ്റാക്കർക്ക് ഓൺലൈൻ ട്രാഫിക് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചില ഇൻഫർമേഷൻസ് നേടാൻ കഴിയും. ആ ഇൻഫർമേഷൻസ് ഏതൊക്കെ ടൈപ്പ് ആവാന്ന് വെച്ചാൽ സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും ഇമെയിൽ അഡ്രസ്സ്, പെയർ ഓഫ് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് തുടങ്ങിയവയാണ്. സോ ഈ ടൈപ്പ് ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അറ്റാക്കർക്ക് എന്ത് ടൈപ്പ് ട്രാൻസാക്ഷൻ ആണ് നടത്തുന്നതെന്ന് ഗസ് ചെയ്യാൻ കഴിയും. അടുത്തത് ഇന്റഗ്രിറ്റിയെ ത്രട്ടൻ ചെയ്യുന്ന അറ്റാക്കുകളാണ്. അവ ഏതൊക്കെയാണ്? മോഡിഫിക്കേഷൻ ഉണ്ട്, മാസ്കുറേഡിംഗ് ഉണ്ട്, റീപ്ലേയിങ് ഉണ്ട്, ദെൻ റെപ്യൂഡിയേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്, മോഡിഫിക്കേഷൻ അല്ലേ. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാള് അയാളുടെ ബെനഫിറ്റിന് വേണ്ടി അയാൾ ഇൻഫർമേഷൻ ആക്സസ് ചെയ്തിട്ട് ഇൻഫർമേഷനെ മോഡിഫൈ ചെയ്യുന്നതാണെന്ത് മോഡിഫിക്കേഷൻ അല്ലേ. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ എന്താണ്, അയാളുടെ ബെനിഫിറ്റിന് വേണ്ടി ഇൻഫർമേഷൻ ആക്സസ് ചെയ്യും, എന്നിട്ട് ആ ഇൻഫർമേഷനെ മോഡിഫൈ ചെയ്യുന്നതാണെന്ത് മോഡിഫിക്കേഷൻ. അടുത്തത് മാസ്കുറേഡിംഗ് അല്ലേ. മാസ്കുറേഡിംഗ് തന്നെ സ്പൂഫിംഗ് എന്നും കൂടി അറിയപ്പെടാറുണ്ട്. വേറെ ഒരാളായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതാണെന്ത് മാസ്കുറേഡിംഗ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ പാൻ കാർഡ്, ദെൻ പിൻ നമ്പർ അതൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഓണർ ആണെന്ന രീതിയിൽ
പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതാണെന്ത് മാസ്കുറേഡിങ്. അടുത്താണെന്ത് റീപ്ലേയിങ് അല്ലേ. ഇവിടെ അറ്റാക്കർ എങ്ങനെങ്കിലും സെൻഡർ സെൻഡ് ചെയ്ത മെസ്സേജ് കോപ്പി ചെയ്ത് ഒരു റീപ്ലൈ കൊടുക്കും. അപ്പൊ ഇവിടെ ഒറിജിനൽ റിസീവർ അല്ല റീപ്ലൈ കൊടുക്കുന്നത്, പകരം എന്താണ് അറ്റാക്കർ ആണ് എന്ത് ചെയ്യുക റീപ്ലൈ കൊടുക്കുന്നത്. അടുത്താണ് റെപ്യൂഡിയേഷൻ അല്ലേ. മറ്റുള്ള അറ്റാക്സിൽ നിന്നൊക്കെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റാക്ക് ആണെന്ത് റെപ്യൂഡിയേഷൻ. ഇതിൽ സെൻഡർ അല്ലെങ്കിൽ റിസീവർ ആയിരിക്കും അറ്റാക്ക് പെർഫോം ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻഡർ ഒരു സമയത്ത് എന്തെങ്കിലും മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ പിന്നെ അയാൾ പറയും ഞാൻ ആ മെസ്സേജ് സെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ അറ്റാക്കർ ആരാണ്? സെൻഡർ ആണ്. എന്നാൽ റിസീവർ അറ്റാക്കർ ചെയ്യുന്നത് ഏത് ബേസിലാണെന്ന് പറഞ്ഞാൽ റിസീവർ മെസ്സേജ് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ പിന്നൊരു സമയത്ത് അയാൾ പറയുന്നത് ഞാൻ ആ മെസ്സേജ് റിസീവ് ചെയ്തിട്ടില്ല. സോ റിസീവർ ആണെന്ത് അപ്പോൾ അവിടുത്തെ അറ്റാക്കർ. ഇനി അവൈലബിലിറ്റിയെ ത്രട്ടൻ ചെയ്യുന്ന ഒരു അറ്റാക്ക് ആണെന്ത് ഡിനിയൽ ഓഫ് സർവീസ് അല്ലേ. അപ്പൊ ഡിനിയൽ ഓഫ് സർവീസ് ഒരു കോമൺ ടൈപ്പ് ഓഫ് അറ്റാക്ക് ആണ്. ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ സർവീസിനെ ടോട്ടലായിട്ട് ഇന്ററപ്റ്റ് ചെയ്യുകയോ സ്ലോ ഡൗൺ ചെയ്യുകയോ ചെയ്യും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് റിക്വസ്റ്റുകൾ സെർവറിലേക്ക് ഒന്നിച്ച് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സെർവറിൽ എന്ത് ചെയ്യും? ഹെവി ലോഡ് ആവും. സോ സെർവർ എന്താവും? ക്രാഷ് ആവും. അപ്പോൾ ക്ലയന്റിന് തിരിച്ചൊരു റെസ്പോൺസും കിട്ടാതെ വരും. സോ ഇവിടെ ക്ലയന്റ് ചെയ്യുന്ന റിക്വസ്റ്റിന് ഒരു റെസ്പോൺസും കിട്ടാതെയാവും. കാരണം എന്താണ്? സെർവർ ഓവർലോഡ് ആയിട്ട് ഉണ്ടാവും. ഇനി നമുക്ക് നോക്കാനുള്ളത് സർവീസസ് ആൻഡ് ടെക്നിക്സ് ആണ്. അത് നമുക്ക് പഠിക്കാനുള്ള രണ്ട് ടോപ്പിക്കുകളാണ് എന്ത് ക്രിപ്റ്റോഗ്രഫിയും സ്റ്റെഗാനോഗ്രഫിയും. ഫസ്റ്റ് വൺ എന്താണ്? ക്രിപ്റ്റോഗ്രഫി അല്ലേ. അപ്പം ക്രിപ്റ്റോഗ്രഫി എന്താണ്? ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ മീനിങ് സീക്രട്ട് റൈറ്റിംഗ് എന്നാണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സീക്രട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെക്യൂർ ആയിട്ട് എത്തണമെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റയെ ഒരു സീക്രട്ട് ഫോമിലാക്കിയിട്ട് റിസീവറിലേക്ക് എത്തിക്കണം. അതാണെന്ത് ക്രിപ്റ്റോഗ്രഫി. അതായത് നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി അച്ചീവ് ചെയ്യുക ക്രിപ്റ്റോഗ്രഫി ഉപയോഗിച്ചിട്ടാണ്. സോ അറ്റാക്സ് ഒന്നും വരാതെ സെക്യൂർ ആയിട്ട് റിസീവറിലേക്ക് എത്തിക്കാൻ വേണ്ടി മെസ്സേജിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ് എന്ത് പറയുക? ക്രിപ്റ്റോഗ്രഫി എന്ന് പറയാം. ദെൻ സ്റ്റെഗാനോഗ്രഫി അല്ലേ. സ്റ്റെഗാനോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? കവേർഡ് റൈറ്റിംഗ് എന്നാണ് മീനിങ് അല്ലേ. നമുക്കറിയാം ക്രിപ്റ്റോഗ്രഫിയുടെ മീനിങ് എന്താണ്? സീക്രട്ട് റൈറ്റിംഗ് അല്ലേ. അതേപോലെ തന്നെ സ്റ്റെഗാനോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? കവേർഡ് റൈറ്റിംഗ് അല്ലേ. എന്താണ്? കവേർഡ് റൈറ്റിംഗ്. ഇവിടെ മറ്റ് എന്തോ ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? ഒരു മെസ്സേജിനെ കവർ ചെയ്യും. അതായത് കൺസീലിംഗ് ദി മെസ്സേജ് ഇറ്റ് സെൽഫ് ബൈ കവറിങ് ഇറ്റ് വിത്ത് സംതിങ് എൽസ് അല്ലേ. മറ്റ് എന്തോ ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? ഒരു മെസ്സേജിനെ കവർ ചെയ്യും.